നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഒരിക്കൽ കൂടി ജിൻഡപ്പന് ഒരു കയ്യടി. ജിൻഡപ്പ ഫാൻസുകളെല്ലാം അർമാദിക്കും, ആഘാതിക്കും. ഞാൻ വന്നത് മറ്റൊരു വിഷയമായിട്ടാണ്. അതായത് സെക്കൻഡ് പൊസിഷനിൽ നിന്ന ജാസ്മിൻ എങ്ങനെ തേർഡ് പൊസിഷനിലേക്ക് മാറി. നമുക്കറിയാം, ഒരാഴ്ച മുന്നേ വരെ ഒരുപാട് എല്ലാ യൂട്യൂബ് പോളുകളിലും സെക്കൻഡ് പൊസിഷനിലേക്ക് ജാസ്മിൻ ഉണ്ടായിരുന്നു. ഒരു വേള ജിൻഡപ്പനെ കടത്തി വെട്ടിക്കൊണ്ട് ജാസ്മിൻ കപ്പടിക്കുമോ എന്ന് വരെ സംശയിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സംസാരിക്കണം. ജാസ്മിന് ഇപ്പം തേർഡ് പൊസിഷനിലേക്ക് വന്നത് അൺഫെയർ ആയിപ്പോയോ എന്നുള്ളത് പല കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്. അത് അൺഫെയർ ആയിപ്പോയി. പിന്നെ ഗെയിമിന്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവളെ എന്ത് ചെയ്യണമായിരുന്നു, സെക്കൻഡ് പൊസിഷൻ എങ്കിലും അവൾക്ക് കൊടുക്കണമായിരുന്നു എന്നൊക്കെയാണ് മിക്കവരും പറഞ്ഞത്. ഒരു ഡിസർവിംഗ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. ഇത്രയും കണ്ടന്റ് കൊടുത്തതല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസിനെ കൊണ്ടുവന്നത് ഈ പറയുന്ന ജാസ്മിൻ അല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫേവറിസം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, പിന്നീട് ജാസ്മിനെ ടോപ്പ് 2ലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. അതുപോലെ ഈ നമ്മുടെ അർജുനെ മനഃപൂർവ്വം അവര് വോട്ടുകൾ വെച്ച് അവനെ ജയിപ്പിച്ചതായിരുന്നു എന്നൊക്കെ കോൺട്രവേഴ്സികളും എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ എന്റെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ജാസ്മിൻ ടോപ്പ് 5 വന്നത് എന്നെ അവരുടെ ഭാഗ്യമായിട്ട് കരുതുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ കണ്ടന്റ് കൊടുത്ത കേസ് നിങ്ങൾ പറയുന്നത്, കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള കണ്ടന്റുകൾ ആണ് എന്നുള്ളതാണ്. ഈ പറയുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളാണോ കൊടുത്തത് എന്നുള്ളതാണ് അവിടെയുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ അഖിൽമാരാർ മുമ്പ് പറഞ്ഞതുപോലെ പ്രശസ്തി ആവണമെതിരെ നമ്മൾ ഈ പറയുന്ന ലുലു മാളിൽ പോയി മുണ്ടുപൊക്കി കാണിച്ചാലും 4 ആൾ അറിയും. ലുലു മാളിന്റെ പേര് ഒരുപാട് പിന്നീട് ഏറ്റു പറയും. ലുലു മാള് എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയിട്ട് കരുതിക്കും. അവിടെ മറ്റൊരു അഖിൽമാരാർ ഒന്ന് തുണിമൊക്കി കാണിച്ചു കഴിഞ്ഞാൽ അഖിൽമാരാറെ നെഗറ്റീവ് ആവുകയും ചെയ്യും. അവിടെ ലുലു മാൾ എന്ന് പറയുന്ന പേര് എപ്പോഴും വരും, അത് ഹിറ്റ് ആവുകയും ചെയ്യും. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇവിടെ ഏഷ്യാനെറ്റ് എന്താ വേണ്ടത്, കണ്ടന്റുകളാണ്. അങ്ങനെയുള്ള കണ്ടന്റ് കൊടുത്തത് ജാസ്മിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിനെ തുടക്കകാലങ്ങളിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന ബിഗ് ബോസ് നല്ല രീതിയിൽ സംരക്ഷിച്ചു നിർത്തി. അവർക്ക് കണ്ടന്റ് തരുന്നുണ്ട്. പക്ഷെ ഏത് രീതിയിലുള്ള കണ്ടന്റ് ആണ് അവൾ കൊടുത്തത്, ജാസ്മിൻ ഏത് രീതിയിലുള്ള കണ്ടന്റ് കൊടുത്തത്? ഭൂരിഭാഗം പ്രേക്ഷകരെയും വെറുപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റിന് കൂട്ടുനിന്നുള്ള കണ്ടന്റുകൾ, പ്രേമവും ഉമ്മവെപ്പും കെട്ടിപ്പിടുത്തവുമായിട്ടുള്ള കണ്ടന്റുകളാണ് ജാസ്മിൻ കൊടുത്തത്. അത് വലിയ തെറ്റൊന്നുമല്ല. ഒരു പ്രേമം ബിഗ് ബോസിനകത്ത് നടക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. ഇത് കുറെ പ്രേമങ്ങൾ നടന്നിട്ടുമുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത ഒരു ഇന്റിമസി ഇവർ തമ്മിലുണ്ടായി. അതായത് പ്രേക്ഷകർക്ക്, കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കടിയും അങ്ങനെയുള്ള സംഭവങ്ങൾ. നീ കണ്ടോ ഇവിടുത്തെ ഈ കൈ മൊത്തം കടിച്ച് പാടുകൾ, അത് നീയാണ് കടിച്ചത്, നിന്റെ നക്ഷതങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത ഒരു സംഭവമായി. അതുമല്ല, ജാസ്മിന് പുറത്തൊരു എൻഗേജ്മെന്റും ഒരു കമ്മിറ്റ്മെന്റും ഒരാളുമായിട്ട് ആത്മാർത്ഥ പ്രണയമായിരുന്ന ജാസ്മിൻ ഇവിടെ വന്ന് കള്ളം പറഞ്ഞിട്ട് മറ്റൊരു പുരുഷനോടുകൂടി അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റന്റോട് തന്റെ പ്രണയം പറയുകയും മറ്റ് പഴയ റിലേഷൻ മറച്ചു വെക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ പ്രേക്ഷകർക്ക് എന്ത് ചെയ്തു, ഒരു നെഗറ്റിവിറ്റി ആയിട്ട് തോന്നിയത്. ആദ്യ കാലങ്ങളിൽ ഭയങ്കര നെഗറ്റീവ്. അതിൽ കുറെ പേര് പിന്നെ അവസാനം എന്ത് ചെയ്തു, ഈ ഗബ്രി കൂടെ ഉണ്ടായിരുന്നപ്പോ സത്യം പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ്, ഈ ജാസ്മിൻ പുറത്തു കൊടുത്ത കണ്ടന്റ് ഇത് തന്നെയായിരുന്നു, നെഗറ്റിവിറ്റി ആയിട്ടുള്ള കണ്ടന്റ്. അപ്പോൾ ജാസ്മിന് സ്ക്രീൻ ഫേസ്, അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റി, പ്രേമവും കെട്ടിപ്പിടുത്തവും ആര് ചെയ്താലും അവർ തന്നെയാണ് ഷോ കൊണ്ടുപോകുന്നത്. ഇതിപ്പോ ജാസ്മിൻ എന്നല്ല, വേറെ ഏതെങ്കിലും പെണ്ണ് വന്ന് ഇതുപോലുള്ള കണ്ടന്റുകൾ കൊടുത്താലും അവളുടെ ഇതിൽ കൊണ്ടുപോകും, അവളുടെ ഇതിൽ തന്നെ പിന്നെ ഷോ മുന്നോട്ട് പോകും. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പൊ കണ്ടന്റ് ഏത് ലെവലിലാണ്, ഏത് തരം കണ്ടന്റ് ആണ് പുറത്ത് പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇതിപ്പം ജാസ്മിൻ അങ്ങനെ ചെയ്തു, ജാസ്മിൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ട് ആൾക്കാർ അതിനെക്കുറിച്ച് വിമർശിക്കാനോ അല്ലെങ്കിൽ കാണാനോ അല്ലെങ്കിൽ അവളെ പ്രാവാനാൻ വേണ്ടിയെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്തു, ഷോ അവളുടെ പേരിൽ പോയി എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് പ്രേക്ഷകർ മൊത്തം ഇഷ്ടപ്പെടണോ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ടന്റ് ഏത് ലെവലിലുള്ള കണ്ടന്റ്. അതുപോലെ ജാസ്മിൻ എന്താ ചെയ്തത്, വേറെ എന്താ ചെയ്തത്, ഇവളും ഗബ്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗബ്രിക്കെതിരെ വരുന്ന, അല്ലെങ്കിൽ ഇവരുടെ റിലേഷനില് ഇവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന അവരുടെ മേലാണ് ഇവൾ തിരിച്ചടിക്കുന്നത്. മനസ്സിലായി? ഗബ്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഗബ്രിയെ പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ഫൈറ്റ് ആണ് ഇവിടെ നടന്നത്. അതായത് മറ്റുള്ളവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുക, അതൊക്കെ കണ്ടന്റാണ്. ചിന്തേനൊക്കെ തന്തയ്ക്ക് വിളിക്കുക, അവൾ പറയുന്ന ആറ്റിറ്റ്യൂഡ്, അവരുടെ മുഖഭാവം, അതൊക്കെ പ്രേക്ഷകരിലേക്ക് ഒരു വെറുപ്പ് നടക്കും. അതല്ലേ, വെറുപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രശസ്തി നേടാം, അല്ല നല്ലത് ചെയ്തുകൊണ്ടും പ്രശസ്തി നേടാം. ഇവിടെ വെറുപ്പിച്ചുകൊണ്ടാണ് പിന്നീട് ഈ പറയുന്ന ഈ ഷോയെ, ബിഗ് ബോസ് ഷോയെ ജാസ്മിൻ കൊണ്ട് നടന്നത് 100ാം ദിവസം. അതിനു വേണ്ടിയിട്ട് അതിന്റെ പ്രായശ്ചിത്തമായിട്ട് അവർ 100 ദിവസം വരെ അവളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ
അതുകൊണ്ട് വിന്നർ ആവണം അല്ലെ സെക്കൻഡ് പൊസിഷൻ ആവണം എന്ന് അവിടെ വോട്ട് തന്നെയാണ് വേണ്ടത്. പിന്നെ അവസാന ഘട്ടങ്ങളിൽ അതായത് ഈ പറയുന്ന ആര് പോയപ്പോൾ ഈ ഗബ്രി പോകുന്നത് വരെ ജാസ്മിൻ നെഗറ്റീവ് തന്നെയായിരുന്നു. കുറച്ച് ആൾക്കാർ തന്നെയാണ് ഈ PR വരുന്ന കുറച്ച് ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗബ്രി പോയി, അതിനുശേഷം അവൾക്ക് ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി കുറച്ച് പോയി. ബാക്കിയുള്ള ടാസ്കുകളിലൊക്കെ അവളുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ കണ്ടുകൊണ്ട് വീണ്ടും ആൾക്കാർ എന്ത് ചെയ്തു, ഇവളെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. അവിടെ കരച്ചിലും മറ്റതും മറിച്ചതും അവൾ മറ്റതല്ലേ അങ്ങനെ കുറെ സഹതാപ വോട്ടുകൾ വന്നു തുടങ്ങി. അതിനകത്ത് കുറച്ച് പോസിറ്റിവിറ്റി കൂടി വോട്ടിന്റെയും പ്രേക്ഷകരുടെയും നാലാമത്തെ അഞ്ചാമത്തെ പൊസിഷനിൽ കിടന്ന ജാസ്മിൻ പതുക്കെ കയറി സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി ആണല്ലോ. സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയതിനു ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? അവസാന ഘട്ടങ്ങളിൽ ഇവിടെ ആര് വന്നു? ഗബ്രി തിരിച്ചു വരും. അതായത് 2-3 ദിവസം മുമ്പ് ഗബ്രി തിരിച്ചു വരികയും പിന്നെ എന്ത് ചെയ്യുന്നു, അതിനുശേഷം അത് ഗബ്രി തിരിച്ചു വരുന്നതിന് മുമ്പ് ഗബ്രി തിരിച്ചു വരും എന്ന് ഇവിടെ മനസ്സിലാക്കിയ അന്ന് മുതൽ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കും, ഗബ്രിക്ക് വേണ്ടിയിട്ടുള്ള അഭിനയവും കാര്യങ്ങളും ഗബ്രി ഇലയിൽ എഴുതി വയ്ക്കുന്നു, മറ്റത് എഴുതി വയ്ക്കുന്നു. അപ്പോഴെല്ലാം പ്രേക്ഷകർ മറ്റേ പഴയ ചിന്തകൾ, ഇവള് വീണ്ടും പഴയതുപോലെ ആയല്ലോ, ശങ്കരൻ വീണ്ടും തെങ്ങമേൽ തന്നെ എന്നുള്ള ഇവളെ സൂക്കേട് വീണ്ടും തുടങ്ങിയല്ലോ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ കമന്റ് ചെയ്തു തുടങ്ങി. അതിനുശേഷം ഗബ്രി വരുന്നു. ഗബ്രി വന്നിട്ട് എന്താ ചെയ്തത്? പഴയ സംഭവം തന്നെ വീണ്ടും അവൻ ആവർത്തിച്ചു. മനസ്സിലാക്കണം നിങ്ങൾ, പഴയ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളും അവൾക്ക് വീണ്ടും ഹോപ്പ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ബാത്റൂമിന്റെ സൈഡിലുള്ള കെട്ടിപ്പിടുത്തമെല്ലാം പ്രേക്ഷകരിൽ വീണ്ടും വെറുപ്പുളവാക്കി. ഈ പറയുന്ന ജാസ്മിനോട് പ്രേക്ഷകരിലേക്ക് വെറുപ്പുളവാക്കി. അങ്ങനെയാണ് ടോപ്പ് 2-ൽ നിന്ന ജാസ്മിൻ ടോപ്പ് 3-ലേക്ക് വരാനും അതിനോടൊപ്പം ഈ പറയുന്ന ആരാണ് നമ്മുടെ അർജുൻ ടോപ്പ് 2-ലേക്ക് വരാൻ മറ്റൊരു ഫാക്ടറും കൂടിയുണ്ട്. അവന്റെ ഇഷ്ടതാരങ്ങളായ ഈ പറയുന്ന ആരാണ് ശ്രീതു, ഷിജു അങ്ങനെയുള്ളവർ പുറത്തു പോയതും അവരുടെ വോട്ട് ഈ പറയുന്ന അർജുനിലേക്ക് കേന്ദ്രീകരിച്ചതും എന്തായി, ഈ പറയുന്ന അർജുന് ടോപ്പ് 2-ലേക്ക് എത്താൻ സഹായിച്ചു. നമുക്കറിയാം, ഒരാഴ്ച ഈ ഫിനാലേക്ക് ഒരാഴ്ച മുമ്പ് വരെ വളരെ ലീഡ് ചെയ്ത് നിന്ന ഒരു വ്യക്തിയായിരുന്നു ജാസ്മിൻ. ഈ പറയുന്ന ജിൻഡയ്ക്ക് തൊട്ടരികിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും പിക്ചറിലെ ഇല്ലാത്ത ഒരാളായിരുന്നു ആര്? ഈ പറയുന്ന അർജുൻ. 3-ാമതോ 4-ാമതോ പൊസിഷനിൽ കാണും, അത്രയേ ഉള്ളൂ. നമുക്ക് ടോപ്പ് 2-ലേക്കോ ടോപ്പ് 1-ലേക്കോ ആരും ചിന്തിക്കാത്ത ഒരു അവസ്ഥയോട്ടാണ്. അവിടെ ഈ പറയുന്ന അർജുൻ വാഴ തന്നെയായിരുന്നു മുമ്പ്. പക്ഷെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അർജുൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ടാസ്ക് ആയിക്കോട്ടെ, ടാസ്ക് മാത്രം എല്ലാതരം ടാസ്കിലും, അതിപ്പോ ഫിസിക്കൽ ടാസ്ക് ആയിട്ട് കലാപരമായിട്ടുള്ള ടാസ്ക് ആയിക്കോട്ടെ, അവിടെ എല്ലാം കൃത്യമായിട്ട് നമ്പർ 1 ആയിട്ട് അവൻ പെർഫോം ചെയ്തു. അതിന്റെ ഒരു പിൻബലവും പിന്നെ ഈ പറഞ്ഞ പുറത്തുപോയ കണ്ടസ്റ്റൻസുകളുടെ പിന്നെ എന്താണ് പറയുന്നത്, അവരുടെ ഹെൽപ്പും, അതായത് ഷിജു ആയിക്കോട്ടെ, ഈ പറയുന്ന നോറ ആയിക്കോട്ടെ, ഈ പറയുന്ന ശ്രീതു ആയിക്കോട്ടെ, അവർക്കൊക്കെ ചെറിയൊരു ശതമാനം വോട്ടുണ്ടായിരുന്നു. ആ വോട്ട് അർജുനിലേക്ക് മറിയുകയും അതിനോടൊപ്പം ഗബ്രിയുടെ തിരിച്ചുവരലും അവരുടെ ചേഷ്ടകളും അവരുടെ പഴയ അവരുടെ കാര്യങ്ങളൊക്കെ അവർ വീണ്ടും ചെയ്യുകയും ആൾക്കാർക്ക് വീണ്ടും ഇവരിലേക്ക് ജാസ്മിനിലേക്ക് വെറുപ്പുളവാക്കുകയും ചെയ്തത് കൊണ്ടാണ് ജാസ്മിൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ആരാണ് കാരണം? ജാസ്മിൻ 3-ാം സ്ഥാനത്തേക്ക് വന്നതിന്റെ കാരണം മറ്റാരുമല്ല, അത് ഗബ്രിയാണ്. ഗബ്രി തന്നെയാണ്. ഒരു പരിധി വരെ അത് ഗബ്രിയാണ്. ഒരുപാട് പേർക്ക് വീണ്ടും നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൊടുത്തത് ഈ ഗബ്രിയാണ്. ഗബ്രി പുറത്ത് നടന്ന കാര്യങ്ങൾ മൊത്തം അറിഞ്ഞിട്ടും വീണ്ടും അകത്ത് കയറി എന്ത് ചെയ്തു, ഇമാതിരി ചെറ്റത്തരം കാണിച്ചത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവൻ എന്തുദ്ദേശത്താണ് കൂടിയാണ് അത് ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഒന്നീ അവൻ യൂസ് ചെയ്യുന്നതായിരിക്കാം, അവന്റെ അവസാനം അവൻ മുതലെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവൻ കെട്ടാൻ പോകുന്നത്. ഒന്നീ കെട്ടിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ ചെയ്തതാണെങ്കിൽ അല്ലെ അവസരം മുതലാക്കിയതാണെങ്കിൽ ഇതുപോലെ ചെറ്റത്തരം വേറെയില്ല. അവിടെ ഞാൻ റസ്മിന്റെ കൂടെ നിൽക്കും. മനസ്സിലായോ? ഇനി അടുത്ത അർജുന് വോട്ടുകൾ കൊണ്ടാണ് അർജുൻ പിന്നെ ഈ പറയുന്ന സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയത്. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ സീസണിലും എന്താണ് ഇങ്ങനെയുള്ള കുറെ ന്യൂസുകൾ വരും. അവൻ വോട്ട് മറ്റത് മറിച്ചത്. ഈ പറയുന്ന ബിഗ് ബോസ് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ പോലെയുള്ള ആപ്പിൽ കയറി ഈ വോട്ടുകളൊക്കെ ഇടാൻ പറ്റുന്ന എനിക്കൊരു പിടുത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ജയിക്കണം. അവൻ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു, ശരി, അവന്റെ വോട്ടുകൾ കൊണ്ടാണ് അവൻ ജയിച്ചത്. ഇവിടെ അവൻ ജയിച്ചില്ലല്ലോ. ആണോ? അവൻ ജയിച്ചില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ അതാവശ്യ വോട്ടുകൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇവര് കണ്ടുപിടിച്ചത് തടഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതിനുള്ള ടെക്നോളജി അവരിൽ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ആപ്പിലൊക്കെ കയറി വോട്ട് എവിടെയെങ്കിലും നമ്മൾ യൂട്യൂബിൽ എവിടെയെങ്കിലും ഹാക്ക് ചെയ്ത് നമ്മുടെ വോട്ടിങ് എവിടെയെങ്കിലും ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത്രയും ഇതിനായ ഒരു സംഭവത്തില്, അതായത് ഈ ബിഗ് ബോസ് പോലുള്ള സാധനത്തിൽ ഇത്രയും വലിയ ടെക്നീഷ്യൻ അല്ലെ ഇത്രയും വലിയ പണവും കൊടുത്ത് ഇതിനകത്ത് വോട്ട് അങ്ങനെയൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഓരോ സമയത്തിൽ ഓരോരുത്തർ പറഞ്ഞിറക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എല്ലാ പിന്നീട് സമയത്ത് ഇതുപോലെ വിവാദങ്ങൾ വരും. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ജിൻഡയെ തോപ്പിക്കാൻ ശ്രമിക്കുന്നു, മറ്റവൻ അങ്ങനെ ചെയ്യുന്നു, മറ്റവൻ ഇപ്പൊ എന്തായി അവസാനം ഒന്നും സംഭവിച്ചില്ലല്ലോ.
അവസാനം സംഭവിച്ചത് ജിൻഡോ ജയിച്ചു. പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ പിന്തുണ ഉണ്ടായിരുന്ന മത്സരാർത്ഥി ജയിച്ചു. അത് എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ്. സീസൺ 1 എന്താണ്, സാബുവും ഈ പറയുന്ന പേളിയും രണ്ടുപേർക്കും സപ്പോർട്ട്. പേളിയായിരുന്നു ജയിക്കാനുള്ളത്, ഏറ്റവും കൂടുതൽ ജയിക്കല പേളിയാണ്. പക്ഷെ ലാസ്റ്റ് എന്ത് ചെയ്തു, ഈ പുറത്തിറങ്ങിയവരുടെ കണ്ടസ്റ്റൻസുകൾ സാബുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാബു ജയിച്ചു. അവിടെയും പ്രേക്ഷക പിന്തുണയുണ്ട്. ഒന്നുകിൽ ജിൻഡോ അല്ല, ഒന്നുകിൽ സാബു അല്ലെങ്കിൽ പേളി, അങ്ങനെയായിരുന്നു. സീസൺ 2 പോട്ടെ, നടന്നില്ല. സീസൺ 3 ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉള്ള ആരായിരുന്നു? മണിക്കുട്ടനായിരുന്നു. മണിക്കുട്ടനല്ലേ ജയിച്ചത്. അവിടെ എന്തെങ്കിലും വോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിമറിയോ അവർ നടത്തിയോ? ഇല്ല. സീസൺ 4 എന്താ സംഭവിച്ചത്? സീസൺ 4 ആര്, ഈ പറയുന്ന നമ്മളെ ദിൽഷ ജയിച്ചു. എങ്ങനെ ജയിച്ചു ദിൽഷ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന റോബിന്റെ വോട്ട് നേടി ദിൽഷ ജയിച്ചു. അവിടെ എന്തെങ്കിലും സംഭവിച്ചു? അവിടെ ഈ പറയുന്ന ഷോ മാനേജറോ അവരെന്തെങ്കിലും കള്ളക്കളി കാണിച്ചോ? ഇല്ലല്ലോ. സീസൺ 5 വരട്ടെ. സീസൺ 5 ആരാ ജയിച്ചത്? ഈ പറയുന്ന അഖിൽ മാരാർ ജയിച്ചു. അഖിൽ മാരാർ എങ്ങനെ ജയിച്ചു? അഖിൽ മാരാർക്കല്ല ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ വോട്ട്. അഖിൽ മാരാർ എന്നെ തോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആര് തോപ്പിക്കാൻ ശ്രമിച്ചു? എവിടെ തോപ്പിക്കാൻ ശ്രമിച്ചു? കണ്ടോണ്ടെന്ന് എനിക്കറിയാം അഖിൽ മാറിനെ എത്രത്തോളം അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വിഷമവും കാര്യങ്ങളൊക്കെ വരും. ചുമ്മാ എടുത്തടിക്കരുത്. അഖിൽ മാരാർ ജയിച്ചോ? തോറ്റില്ലല്ലോ. അതും ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ആൾ തന്നെയായിരുന്നല്ലോ അഖിൽ മാരാർ. ജയിച്ചോ? ജയിച്ചതിന് ശേഷം മുടന്ത ന്യായങ്ങൾ അടിക്കരുത്. ഈ പ്രാവശ്യം വരട്ടെ. സീസൺ 6 ആര് ജയിച്ചു? ജിൻഡോ ജയിച്ചു. ജിൻഡോ തന്നെയായിരുന്നു ഏറ്റവും പ്രേക്ഷക പിന്തുണയുള്ളത് തന്നല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? നിങ്ങൾ അതിനകത്ത് അവർ അത് ചെയ്യുന്നു, ഇവർ ഇത് ചെയ്യുന്നു, അതിനകത്ത് വോട്ടുകൾ കൊണ്ടുവരും. ഒരു കാര്യം ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന കേസാണ്, അവര് ഹെൽപ്പ് ചെയ്യും. അവർക്ക് വോട്ടിങ്ങിലൊന്നും അവർക്ക് തരികടയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. 10,000-3000 വോട്ടാണെങ്കിൽ അവരെ PR വെച്ച് അവർ വോട്ട് ചെയ്യും. അത് ഞാൻ സമ്മതിക്കുന്നു. ഇവർക്ക് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജാസ്മിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ്. പക്ഷെ അവൾ നെഗറ്റീവ് കണ്ടന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ അത് ഷോയ്ക്ക് ഗുണകരമാണ്. അവർ പൈസയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. ഷോയ്ക്ക് ഗുണകരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യും. അത് ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അത് ജാസ്മിനോടുള്ള മമത കൊണ്ടൊന്നുമല്ല. അവർക്ക് പണം വേണം. അവളുടെ നെഗറ്റിവിറ്റി അവളെ വിറ്റ് ഇവൾക്ക് പൈസ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്ത്, അവളെ നോമിനേഷനിൽ വരാതെ, അവളെ പിന്നെ പുറത്താക്കാതെ ഇവർ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരും. ഇവരുടെ സീനുകൾ കൂടുതൽ കാണിക്കും. ഇവൾക്ക് സ്ക്രീൻ സ്പേസ് കൂടുതൽ കൊടുക്കും. കാരണം കുറച്ച് പ്രേക്ഷകരെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുത്തി വന്ന ഇവരുടെ സ്ക്രീൻ സ്പേസുകൾ ഏറ്റവും കൂടുതൽ ആർക്ക് കൊടുക്കുന്നു? ജാസ്മിന് കൊടുക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുത്തി ഇവർക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ കണ്ടന്റ് തരുന്നത് നെഗറ്റീവ് ആയിക്കിട്ടെ. നീ നാറി, അവർക്കെന്ത്? നീ സമൂഹത്തിൽ നാറി കൊടുത്താ എനിക്കെന്ത്? എനിക്ക് പണം വേണം. അതുകൊണ്ട് എവിടെ എങ്ങനെയെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ എങ്ങനെയെങ്കിലും അതായത് ഫിനാലെ ഡേ വരെ കൊണ്ടുവരാം. അത്രയേ ഉള്ളൂ അവർക്ക്. അവർ ഫിനാലെ ഡേ വരെ കൊണ്ടുവരും. അത് സീസൺ 4 കണ്ടു, സീസൺ 5 കണ്ടു. സീസൺ 5 അങ്ങനെ ആരും ഇല്ലായിരുന്നു. സീസൺ 6 കണ്ടു. പിന്നെ അങ്ങോട്ടുള്ള സീസണിലും വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. ഇതാണ് അവർ ചെയ്യുന്നത്. അതിന് അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. എങ്ങനെ കുറ്റം പറയാം? ഞാൻ ഇത്രയും കോടി മുടക്കിയിട്ട് ഞാനൊരു ഷോ ചെയ്യുകയാണ്. അവിടെ കുറെ വാഴകൾ വന്ന് ഒരു സംഭവം ചെയ്യാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വല്ല പൈസയും കിട്ടും. ആരെങ്കിലും പ്രേക്ഷകർ കാണും. അപ്പം ജാസ്മിൻ അവിടെ നെഗറ്റീവ് കണ്ടന്റ് ആയെങ്കിലും ജാസ്മിൻ തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവളെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. അവൾ ഫിനാലിലേക്ക് വരട്ടെന്ന് വെച്ചു. ജാസ്മിൻ ഇതുപോലെ നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിലും തന്നതുകൊണ്ടാണല്ലോ പ്രേക്ഷകർ കണ്ടത്. അതുകൊണ്ടാണല്ലോ ഈ ഷോ ഹിറ്റായത്. അവർക്ക് വേണ്ടത് എന്താണ്? അവർക്ക് ഷോ കിട്ടുക, പണം കിട്ടുക. ആരോടുത്തും അവർക്കൊരു ഫേവറേഴ്സ് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അവർക്കുള്ളത് പണം കിട്ടാൻ വേണ്ടിയിട്ട് ആരവിടെ നിർത്താം, ആരെ കൊല്ലാം, ആരെ വൃത്തികേടാക്കാം, ആര് നാറിയാലും അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് പണമാണ് വേണ്ടത്. അവർക്ക് ഷോ ഹിറ്റ് ആവണം. ആ ഒരു മൈൻഡ് നിങ്ങൾക്ക് എപ്പോഴും വേണം. പ്രേക്ഷകരെ വോട്ട് തന്നെയാണ് അന്തിമം. അതിൻ്റെ അകത്ത് ഒരു കളിയും നടക്കില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കേസ്, ഇത്രയും സീസൺ ഉണ്ടായിട്ടും ഇത്രയും സീസണിൽ ജയിച്ചത് പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതലുള്ള ആൾ തന്നെയാണ്. അതിനർത്ഥം ബിഗ് ബോസ് അവിടെ ഉടായ്പ കളിച്ച ശേഷം വോട്ടിംഗ് ഒരു ഉടായ്പ നടക്കില്ല. നമുക്ക് വീണ്ടും കാണാം.